മഴ തുടരുന്ന തമിഴ്നാട്ടിൽ 23 ട്രെയിനുകൾ റദ്ദാക്കി. കേരളത്തിലേക്ക് ഓടുന്ന 3 ട്രെയിനുകളും റദ്ദാക്കിയവയിൽ പെടുന്നു. തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ ഇന്നും യെല്ലോ അലർട്ട് തുടരുകയാണ്. மேலமடம் வடக்கு வெளியேறும் புது பாண்டியாபுரம் பகுதியில் ஒரு சேவை கிடைக்கிறது. புது பாண்டியாபுரம் பாலத்திற்கு ஒரு சேரக்கூடிய இந்த கோரிக்கையின் அருகாமையில் இருக்கக்கூடிய மாடுகள் ஒரு சேர அடித்து வரப்படுகின்றன. அப்படியாக ஐநூறு மீட்பெடுக்கப்பட்ட மாடுகள் தற்பொழுது இந்த காலத்தில் பல்வேறு மாடுகளுக்கு എന്നാൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിൽ. തിരുനെൽവേലി, തൂത്തുക്കുടി റൂട്ടിൽ ട്രെയിൻ ഗതാഗതം രാത്രിയോടെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ മന്ത്രിതല സംഘം ജില്ലകളിൽ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. സ്റ്റാലിൻ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ. പക്ഷെ നമ്മുടെ തിരക്കുള്ള ജീവിത സാഹചര്യത്തിൽ നമുക്കെവിടെയാ ഇതിനൊക്കെ സമയം? ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ് അൽദാൻ ലബനീസ് കുബൂസ്. രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. ഇനി നമ്മൾ നമ്മുടെ അടുക്കളയിൽ കിടന്ന് തിരക്ക് കൂട്ടി സമയം കളയണ്ട. പിന്നെ നമ്മുടെ ഷുഗറുകാർക്ക് അൽദാൻ ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ഉണ്ട്. കൂടാതെ വീറ്റ് ബ്രെഡ്, കുക്കീസ്, ബിസ്ക്കറ്റ്, ബർഗർ ബൺ, സമൂൺ, റസ്ക് തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങളും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്നു. കൂടാതെ അറേബ്യൻ ഷവർമയ്ക്ക് ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഉണ്ട്. അപ്പൊ എങ്ങനെയാ? നമ്മൾ ഇന്നു മുതൽ നമ്മുടെ അൽദാൻ ശീലമാക്കുകയല്ലേ?